ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജോവീസിൻ്റെ ആർഗൺ ഓയിൽ ഹെയർ സ്പായുടെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ജോവീസിൻ്റെ ഒരു ആർഗൺ ഓയിൽ ഹെയർ സ്പാ മാസ്ക് വിത്ത് മൊറോക്കൻ ആർഗൺ ഓയിൽ ആൻഡ് ജോജോബ ഓയിൽ ഹെയർ സ്പാ മാസ്ക് എന്ന് വെച്ചാൽ ഫോർ ഓൾ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു സ്പാ മാസ്ക് ആണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു പ്രധാനമായും 3 ഇൻഗ്രീഡിയൻറ്റ് ആഡഡ് ആണ്. അതിലേറെ ഇൻഗ്രീഡിയൻറ്റ് ആഡഡ് ആണ്, എന്നാലും ടോപ്പ് 3 ആഡഡ് ആണ്. അപ്പോൾ ആ ഒരു ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണെന്നും അതൊക്കെ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊറോക്കൻ ആർഗൺ ഓയിലാണ്. അപ്പോൾ ഈ മൊറോക്കൻ ആർഗൺ ഓയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജോവീസ് ഹെയർ സ്പാ മാസ്ക് കണ്ടെയ്നിങ് മൊറോക്കൻ ഓർഗൻ ഓയിൽ ദാറ്റ് ആഡ് എക്സ്ട്രാ ഷൈൻ ടു ഹെയർ. ജോവീസിൻ്റെ ഹെയർ സ്പാ മാസ്കിൽ അടങ്ങിയിരിക്കുന്ന മൊറോക്കൻ ആർഗൺ ഓയിൽ നമ്മുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഷൈൻ ആക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പയർ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. കാമിസ് ഫ്രിസ്, അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിവെൻറ്റ് ഡാൻഡ്രഫ് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹോൾ സ്റ്റൈൽഡ് ഹെയർ ഇൻ പ്ലേസസ്. നമുക്കിപ്പോൾ ഹെയറിലുണ്ടാവുന്ന ഈ പ്രോബ്ലംസ് ഒക്കെ മാറ്റിയാൽ തന്നെ നമ്മുടെ ഹെയറിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ നമുക്ക് പറ്റും. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജിഞ്ചർ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ജിഞ്ചർ എക്സ്ട്രാക്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻക്രീസ് ദ ബ്ലഡ് സർക്കുലേഷൻ ടു ദ സ്കാൽപ്പ്. നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റിമുലേറ്റ് ദ ഹെയർ ഫോളിക്സ്. നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ആൻഡ് എൻകറേജ് ദ ഗ്രോത്ത്. അപ്പോൾ നമ്മുടെ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. ദെൻ അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജോജോബ ഓയിൽ എന്ന് വെച്ചാൽ ഈ ജോജോബ ഓയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ റിച്ച് ഇൻ വൈറ്റമിൻ ആൻഡ് മിനറൽ. അപ്പോൾ ഈ ജോജോബ ഓയിൽ വൈറ്റമിൻസും മിനറൽസും ഒരുപാട് കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ജോജോബ ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹെയറിനെ നറിഷ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് ഇൻക്ലൂഡിങ് വൈറ്റമിൻ സി, ബി ആൻഡ് ഇ. അതുപോലെ തന്നെ വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ ഇ എല്ലാം ആഡഡ് ആണ്. ഇറ്റ് ക്യാൻ ഓൾസോ പ്രിവെൻറ്റ് ഹെയർ ലോസ് ആൻഡ് പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത്. ഇത് നമ്മുടെ ഹെയർ ലോസിനെ കുറയ്ക്കുകയും മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കുകയും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത് സ്പാ ലൈക്ക് എഫക്റ്റ് അറ്റ് ദ കംഫർട്ട് ഓൺ യുവർ ഹോം. നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോയി സ്പാ ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്ത് ഷൈൻ ആൻഡ് സ്മൂത്ത് ഹെയർ. നമ്മുടെ ഹെയർ നല്ല ഷൈൻ ആൻഡ് സ്മൂത്ത് ആയിട്ട് കിടക്കുമെന്ന് പറയുന്നുണ്ട്. ദെൻ ഇംപ്രൂവ് ദ ടെക്സ്ചർ. നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 200 ഗ്രാം പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു പാക്കേജിംഗ് എന്ന് പറയുന്നത് ബോക്സിങ് പാക്കേജിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്ത് അവർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആഫ്റ്റർ ദ ഷാംപൂയിങ് അപ്ലൈ ജോവീസ് ഹെയർ സ്പാ മാസ്ക് ത്രൂ ദി ഡം ഹെയർ ഈവൻലി ദ റൂട്ട്സ് ടു എൻഡ്. അതായത് നമ്മൾ ഹെയറിൽ ഷാംപൂ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജോവീസിൻ്റെ ഹെയർ സ്പാ മാസ്ക് നമ്മൾ നമ്മുടെ ഹെയറിൻ്റെ എൻഡ് വരെ സ്കാൽപ്പ് ടു എൻഡ് വരെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. ലീവ് ഇൻ ഫോർ 5 to 10 minutes. 5 മുതൽ 10 മിനിറ്റ് വരെ ലീവ് ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ യു ക്യാൻ ഓൾസോ സ്റ്റീം യുവർ ഹെയർ വിത്ത് സ്റ്റീമർ ഓർ റാപ്പ് യുവർ ഹെഡ് യൂസിങ് ദ ഹോട്ട് ടവൽ. അതിനുശേഷം നമ്മളിത് ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം, അതായത് ആവി പിടിച്ചു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടറിൽ മുക്കിയ ഈ ടവൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ടവൽ ഈ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ആ വാട്ടറെല്ലാം നമ്മൾ പിഴിഞ്ഞ് കളയണം. അതിനുശേഷം നമുക്ക് തലയിൽ റാപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ചൂട് കൊടുക്കാം നമ്മുടെ ഹെയറിൽ. ദെൻ നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം അവർ പറയുന്നത് യൂസ് ജോവീസ് ഹെയർ സ്പാ മാസ്ക് ട്വൈസ് എ വീക്ക്. ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ആഡഡ് എന്നൊക്കെ ഇതിൻ്റെ ആ ഒരു പാക്കേജിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.